ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമുക്കിന്നൊരു ഉണ്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ വേഗം അങ്ങോട്ട് പോവായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇനി കുറച്ച് ഫംഗ്ഷനുകളുണ്ട്, അടുപ്പിച്ചടുപ്പിച്ച് എല്ലാ ദിവസവും ഓരോ ഫംഗ്ഷനുകളാണ്. അപ്പോൾ ഇന്ന് തുടങ്ങും. അപ്പോൾ അതാണ് ഞങ്ങളിത് കല്യാണത്തിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ അടുത്ത് തന്നെയായിട്ട് ഒരു 10 മിനിറ്റ് ദൂരമൊക്കെ ഉള്ളൂ. അപ്പോൾ ഏതായാലും വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റോഡ് പണിയൊക്കെ നടക്കുന്ന കാരണം ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. ചെറിയ റോഡിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ അത് കാരണം ഭയങ്കര ബ്ലോക്കിലൊക്കെ പെടും. അതുപോലെ തന്നെ പോകാനായിട്ട് ഭയങ്കര പണിയാണ്. ഇപ്പോൾ 2 സൈഡായിട്ടാണ് ഇപ്പോൾ പണി ചെയ്യുന്നത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലുള്ളവർക്ക് അപ്പുറത്തെ സൈഡൊന്നും കാണാൻ കൂടെ പറ്റില്ല. ഇതുപോലത്തെ വലിയ വലിയ ഭിത്തികളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഏതായാലും കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നിട്ട് വേണം, പിന്നെ കുറച്ച് തുന്നാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. ഞങ്ങളിപ്പോൾ ഏകദേശം 3 മണി എത്താറായിട്ടുണ്ട്. കാളമുറിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളിത് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഓഡിറ്റോറിയമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. റോസാപ്പൂ ഇതൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഡെക്കറേഷൻ ആയിരുന്നു. ഇപ്പോൾ പിന്നെ സ്റ്റേജിലൊക്കെ നല്ല മ്യൂസിക്കുള്ളതാണ്. നമുക്ക് ഇരിക്കുന്നവർക്കും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഏതായാലും കഴിക്കാണ്ടിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ടിരുന്നു. അങ്ങനെ എല്ലാ കറികളും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സദ്യ തന്നെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം വലിയ ഇലയാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. അത് തന്നെ ഇരിക്കുന്നവർക്ക് തന്നെ സ്ഥലം ഇല്ലാണ്ടായിപ്പോയി. എല്ലാവർക്കും ചെറിയ ഇലകളാണ് കിട്ടിയത്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം ഭയങ്കര വലിപ്പമുള്ള ഇലയായിരുന്നു കേട്ടോ. അപ്പോൾ ഇലയിൽ തന്നെ കറികളൊക്കെ വിളമ്പിയിട്ട് അധികം ഇല്ലാത്ത പോലെ തോന്നും നമുക്ക്. ചെറിയ ഇലയിൽ എല്ലാം വിളമ്പുമ്പോൾ നമുക്കിങ്ങനെ തിങ്ങിക്കൂടിയിരിക്കുമ്പോൾ ഇലയൊക്കെ നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അങ്ങനെ ഊണ് കഴിക്കാനായിട്ട് കുറേ നേരം ഇരിക്കേണ്ടി വന്നു. കറികളൊക്കെ വിളമ്പി അത്യാവശ്യം വലിയ ഓഡിറ്റോറിയം തന്നെ ആയിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തുനിന്നും വിളമ്പി എത്താൻ തന്നെ കുറേ ലാഗാണ്. അപ്പോൾ അത് തന്നെ കുറേ നേരം ഇരുന്നിട്ടാണ് ഓരോ കറികൾ അങ്ങനെ വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഏതായാലും സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ ഓഡിറ്റോറിയത്തിൽ ഇരിക്കണമെന്നുണ്ട് മുകളിൽ. അത്യാവശ്യം നല്ല ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കസിൻസിൻ്റെ തന്നെ. അപ്പോൾ ഏതായാലും മുകളിലൊന്നും കൂടെ പോകണം. അപ്പോൾ തിരക്കാവുന്നതിന് മുമ്പ് ഊണ് കഴിച്ചിട്ട് ഏതായാലും വീണ്ടും പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ട് കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ ഏതായാലും താഴേക്ക് പോകുന്നതാണ്, തിരക്കാവുന്നതിന് മുമ്പ് കഴിച്ച് പോകാനോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഓഡിറ്റോറിയത്തിലൊക്കെ ഇരുന്നപ്പോഴാണ് പെണ്ണും ചെക്കനൊക്കെ ഇറങ്ങുന്ന സമയമായത്. അപ്പം ഞങ്ങൾ ഏതായാലും അവർ ഇറങ്ങുന്നതൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഏതായാലും അങ്ങോട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റേജൊക്കെ ഏകദേശം കാലിയായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോഴാണ് സ്റ്റേജിൻ്റെ ഏകദേശം ലുക്ക് ഞാൻ കാണിച്ചത് ഇവിടെ നിന്ന് കേട്ടോ. അത്യാവശ്യം ഒരു നാച്ചുറലായിട്ടുള്ളൊരു ലുക്ക് തന്നെയായിരുന്നു നമ്മുടെ സ്റ്റേജിന്. അങ്ങനെ ഏതായാലും തിരിച്ച് പോരുമ്പോൾ കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇനി ഒരു കല്യാണം വരുന്നുണ്ട് കസിൻ്റെ തന്നെ. അപ്പോൾ ഞാൻ ഒരു മാല മേടിച്ചിട്ടു. അത്യാവശ്യം അധികം റേറ്റ് ഇല്ല, ഒരു 200 ഒക്കെ വരുന്ന ഒരു റേറ്റ് തന്നെയാണ്. നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ മാലകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മേടിച്ച് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര വലുപ്പവും തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ലോക്കറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇടണോ എന്നൊക്കെ ഒരു ആലോചനയിലാണ്. ചെറിയ ലോക്കറ്റ് എങ്ങാനും ഇതിൽ ആക്കിയിട്ട് ഇടണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, മാല ഇഷ്ടപ്പെട്ടു. നമ്മുടെ അത്യാവശ്യം കുറച്ച് ഏജുള്ളവർക്കൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ ഇട്ട് പോകാൻ പറ്റിയ നല്ല മാലയായിരുന്നു കേട്ടോ. എനിക്ക് അതിൻ്റെ ചെയിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതേ ഒരു ഇൻവിസിബിൾ മാല പോലെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു 20 റുപ്പീസ് എങ്ങനെയെങ്കിലും ഇതുപോലത്തെ മാല ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതെങ്കിലും ഒരു മാലയും കൂടെ മേടിക്കണം എന്നുണ്ട് എനിക്ക് സിമ്പിളായിട്ട് ഇടാനായിട്ട്. ഞാൻ അങ്ങനെ മാലകളൊന്നും മേടിക്കുന്ന ആളല്ല. പിന്നെ ഇങ്ങനത്തെ ഫംഗ്ഷനുകൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ എന്തായാലും മേടിക്കണമല്ലോ. പിന്നെ ഇതേ കുറച്ച് കമ്മലും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു. റിസപ്ഷനൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലേക്ക് ജിമിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസപ്ഷന് ഞാൻ നോക്കിയപ്പോൾ കുറേ നോക്കിയായിരുന്നു കേട്ടോ. ഒരു 40 രൂപയുടെ കമ്മലാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതും അതെ ഏകദേശം ആ റേറ്റ് തന്നെ വരുന്നതാണ്. ഒരു ഫംഗ്ഷൻ, ഈവനിങ് ഫംഗ്ഷനൊക്കെ ഇട്ട് പോകാൻ പറ്റുന്ന നല്ല കമ്മലുകളായിരുന്നു. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡായിട്ട് വരുന്നതാണ്. അത്യാവശ്യം നല്ല രസമുണ്ട്, കാണാനായിട്ട് ഭംഗിയുണ്ട്. സ്റ്റഡ് എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് കുറവാണ്. ഞാനിപ്പോൾ ഇങ്ങനത്തെ ലോങ് കമ്മലൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ സ്റ്റഡ് ഇടാന്ന് വിചാരിച്ചത് തുറക്കാമെന്ന് വിചാരിച്ചിട്ട് തുറക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ലാസ്റ്റ് വലിച്ച് പറക്കേണ്ടി വന്നു. ബാഗൊക്കെ ഭയങ്കര ടൈറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഈവനിങ് ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഇട്ട് പോകാമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു റിസപ്ഷന് വേണ്ടി മേടിച്ചത് ഏതായാലും എടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോഴാണ് ടേബിളൊക്കെ ആകെപ്പാടെ അലമ്പായിട്ട് കിടക്കുന്നത് കണ്ടോ കേട്ടോ. ഒന്നാമത് ഈ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ വർക്ക് ചെയ്യലും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾ ഈ ടേബിളുമ്മ തന്നെയാണ്. നമുക്ക് അതിന് വേണ്ടി സെപ്പറേറ്റ് റൂമൊന്നും ഇല്ലല്ലോ. റൂമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഈ സ്റ്റിച്ചിങ്ങിനും അതുപോലെ തന്നെ വർക്ക് ചെയ്യാനൊക്കെ ഒരു സെപ്പറേറ്റ് റൂം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഇങ്ങനെ വെച്ച് ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് അങ്ങനത്തെ സൗകര്യം ഇല്ലാത്ത തന്നെ നമ്മൾ ഈ ടേബിളുമ്മ വെച്ച് തന്നെയാണ് എല്ലാതും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ അളവെടുക്കും, ഓരോ ഡ്രസ്സ് ഷേപ്പ് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ പണികളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ കല്യാണം ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ഏകദേശം ഒതുങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ടേബിളിൽ അത്യാവശ്യം അളവെടുത്ത ടോപ്പുകളുണ്ട്. അതുപോലെ തന്നെ അമ്മ ബ്ലൗസൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സാധനങ്ങളുണ്ട്.
പിന്നെ റിമോട്ട്, ഫ്ലാസ്ക് അങ്ങനത്തെ പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓരോ ഫംഗ്ഷന് പോയിട്ട് വരുമ്പോൾ ഊരി വെക്കുന്ന സാധനം, വളയും മാലയും ഓർണമെൻറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ അമ്മേരെ മിഷീൻ ബോക്സാണ്. അപ്പോൾ അതിൽ നൂലും സാധനങ്ങളൊക്കെ ഞാൻ അതിലെടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ വെട്ട് പീസുകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഞാനിതുപോലെ ഒരു പാത്രത്തിലാക്കി വെക്കണമെന്ന് വിചാരിച്ചു. എല്ലാതും ഇങ്ങനെ ഒതുക്കി, പിന്നെ വെള്ളം കുപ്പി, അത് ഇതൊക്കെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ റിമോട്ടും അതുപോലെ തന്നെ കുറേ ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെച്ചിട്ടോ. പിന്നെ ഫ്ലാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസം ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുടിച്ചിരുന്നതാണ്. ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല. പിന്നെ ഇതെൻ്റെ ഇൻവിസിബിൾ മാലയാട്ടോ ഞാൻ ഉണ്ടാക്കിയതാണ്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഫോൺ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്മ വെട്ടുന്ന കുറച്ച് പീസുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റിമോട്ടും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായി. ഇതൊക്കെ എടുത്ത് ഒതുക്കി പറക്കി വെച്ച് ഒന്ന് തുടച്ചും കൂടി എടുത്തപ്പോൾ ഏകദേശം സെറ്റായിരുന്നു. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇൻവിസിബിൾ മാലയുടെ ചെയിനാക്കി എടുത്തത്. പിന്നെ കുറച്ച് മണികളൊക്കെ ചേർത്ത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുറച്ച് മണികളൊക്കെ ഞാനിത് ചെയ്തപ്പോൾ ടേബിളിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് പറക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. മണികൾ നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് സൂചിമ കയറിയിരുന്ന അതൊക്കെ താഴേക്ക് വീഴും. അങ്ങനെ കുറേ വീണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ മേശാമെന്നിരുന്ന് പറക്കായിരുന്നു കേട്ടോ. എപ്പോഴും പറക്കി ഇങ്ങനെ വെക്കും. ഞാനിങ്ങനെ മണികളൊന്നും കളയാറില്ല. പക്ഷേ എനിക്ക് വീണ്ടും അത് ആവശ്യം വരലുണ്ട്. അപ്പോൾ അതാണ് ഞാൻ മണികളൊക്കെ കളയാണ്ട് അതൊക്കെ സൂക്ഷിച്ചൊരു ചെപ്പിലൊക്കെ ഇട്ട് വെക്കും. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് നമ്മുടെ അല്ലറ ചില്ലറ മേക്കപ്പ് സെറ്റുകളാണ്. ഇത് എൻ്റെ ബണ്ണുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഇൻവിസിബിൾ മാലയുണ്ട്. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാനൊരു സാരിയുടെ ഒപ്പം ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് കണ്ടോ, നല്ല അത്യാവശ്യം ഇനി കൊളുത്തും കൂടെ സെറ്റ് ചെയ്യേണ്ടതുള്ളൂ. പിന്നെ എൻ്റെ ബണ്ണുണ്ട്, പിന്നെ കുറച്ച് വളകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. കല്യാണത്തിന് പോയപ്പോൾ ഇട്ടതാണ്. ഒക്കെ ഇവിടെ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ആയിട്ടുള്ളൊരു വളയുണ്ട്. പിന്നെ കുറച്ച് ക്ലിപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് കുത്താൻ പറ്റുന്ന അത്യാവശ്യം വലിപ്പമുള്ള ക്ലിപ്പുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു ക്ലിപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ചൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നോക്കിയാലായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ കിടക്കും. പിന്നെ 2 ടിക്ക് ടിക്ക് ഉണ്ടായിരുന്നു. പിന്നെ സൂചി, പിന്നെ കമ്മൽ. ഇതായത് അത്യാവശ്യം വലിപ്പമുള്ള കമ്മലാട്ടോ. ഞാനിപ്പോൾ കുറേ നാളായി വലിപ്പമുള്ളത് ഇടലില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കമ്മൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പറാണ്, അടിപൊളിയാണ്. നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഉപയോഗിക്കാം നമുക്ക്. പിന്നെ ഇതൊരു ജിമിക്കിയാണ്. അത്യാവശ്യം ഒരു നല്ലൊരു കളറാണ്. ബ്ലാക്ക് മെറ്റൽ പോലത്തെ ഒരു കളറാണിത് കേട്ടോ. പിന്നെ ഒരു വൈറ്റ് കമ്മലുണ്ട്, നല്ല സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള കമ്മലാണ്. പിന്നെ കുറച്ച് സൂചികളുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇനി അടുത്ത കല്യാണം വരുമ്പോഴേക്കും ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ വേഗം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുറത്തുനിന്ന് വരുമ്പോൾ പപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനത് കട്ട് ചെയ്ത് ഞങ്ങൾ 4 പേരും കൂടെ കഴിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കട്ടനും കൂടെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോൾ തന്നെ ഏകദേശം വയർ ഫുള്ളായി. പിന്നെ രാത്രി പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും.